ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പറയാറുണ്ട്, ഞാൻ ബീച്ചിലാണ്, ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്കിലാണ് എന്നൊക്കെ പലതും പറയാറുണ്ട് അല്ലേ. എന്നാൽ ഞാനൊരു സെന്റൻസ് പറയാം, ഞാൻ നിൽക്കുന്നത് എൻ്റെ മുറ്റത്താണ് എന്നെങ്ങനെ പറയാ? ഞാൻ നിൽക്കുന്നത് എൻ്റെ മുറ്റത്താണ്. ഐ എം സ്റ്റാൻഡിങ് ഇൻ മൈ യാർഡ്. ഐ എം സ്റ്റാൻഡിങ് ഇൻ മൈ യാർഡ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ മുറ്റത്താണ്. ഇവിടെ എങ്ങനെയുണ്ട് അല്ലേ? നമ്മളിപ്പം പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട് എങ്ങനെ ചോദിക്കുക? ഹൗ ഈസ് ഇറ്റ് ഹിയർ? ഹൗ ഈസ് ഇറ്റ് ഹിയർ? ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ഇറ്റ് ഹിയർ? ഡു യു ലൈക്ക് ഇറ്റ് ഹിയർ? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലൈക്ക് ഇറ്റ് ഹിയർ. ഐ റിയലി ലൈക്ക് ഇറ്റ് ഹിയർ. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിറയെ പൂക്കളില്ല, പക്ഷെ നിറയെ പുല്ലുകളുണ്ട്. കണ്ടോ? ഇവിടെ നിറയെ പുല്ലുകളുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ പാർക്കിലോ ബീച്ചിലൊക്കെ ആണെങ്കിൽ അവിടെ നിറയെ പൂക്കൾ ഉണ്ടാകും. അതുപോലെ ബീച്ചിലാണെങ്കിൽ കുറെ വെള്ളങ്ങൾ ഉണ്ടാകും, കുറെ ആളുകൾ ഉണ്ടാകും, കുറെ കച്ചവടക്കാരുണ്ടാവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വീടിന്റെ മുറ്റത്താകും എന്തായിരിക്കും? നിറയെ പുല്ലുകളായിരിക്കും, മരങ്ങളായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ നിറയെ പൂക്കളില്ല, പക്ഷെ നിറയെ പുല്ലുകളുണ്ട്. There aren't many flowers here. There aren't അല്ലെ, ഇല്ല എന്നാണ്. There aren't many flowers here, but there is a lot of grass. There aren't many flowers here. There aren't many flowers here, but there is a lot of grass. ഇവിടെ നിറയെ പുല്ലുകളുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ മുറ്റം. എങ്ങനെ പറയാ? ഇതാണ് എൻ്റെ ഫോണ്, ഇതാണ് എൻ്റെ വാച്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ മുറ്റം. ദിസ് ഇസ് മൈ യാർഡ്. ദിസ് ഇസ് മൈ യാർഡ്. ഇതാണ് എൻ്റെ മുറ്റം. എൻ്റെ മുറ്റം വളരെ വിശാലമാണ്. എൻ്റെ മുറ്റം വളരെ വിശാലമാണ്. ഈ വിശാലമാണ്, ധാരാളം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സ്പേഷ്യസ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. മൈ യാർഡ് ഈസ് വെരി സ്പേഷ്യസ്. മൈ യാർഡ് ഈസ് വെരി സ്പേഷ്യസ്. എൻ്റെ മുറ്റം വളരെ വിശാലമാണ്. ഓക്കെ, എൻ്റെ മുറ്റത്ത് കുറച്ച് മരങ്ങളുണ്ട്. കണ്ടോ നിങ്ങൾ? എൻ്റെ മുറ്റത്ത് കുറച്ച് മരങ്ങളുണ്ട്. There are some trees in my yard. There are some trees in my yard. എൻ്റെ മുറ്റത്ത് കുറച്ച് മരങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ ധാരാളം ചെടികളുണ്ട് എന്ന് പറയുകയാണെങ്കിലും, ചെടികൾ മീൻസ് ഇപ്പം കുരുമുളകിന്റെ മരം, അതുപോലെ മുരിങ്ങയുടെ മരം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ധാരാളം ചെടികളുണ്ട്. There are many plants here. There are many plants here. ഇവിടെ ധാരാളം ചെടികളുണ്ട്. ഇനി ഇവിടെ കുറച്ച് പൂക്കളുണ്ട് എന്ന് നമുക്കൊന്ന് പറയണമെങ്കിലോ, ഇവിടെ കുറച്ച് പൂക്കളുണ്ട്. ഇപ്പം പാർക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം. ഇവിടെ കുറച്ച് പൂക്കളുണ്ട്. There are a few flowers here. ഇവിടെ കുറച്ച് പൂക്കളുണ്ട്. എല്ലായിടത്തും പുല്ല് വളരുന്നുണ്ട് അല്ലെ. ഇപ്പൊ മഴക്കാലമൊക്കെയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എല്ലായിടത്തും പുല്ലുകൾ വളരുന്നുണ്ട്. ദ ഗ്രാസ് ഈസ് ഗ്രോവിങ് എവ്രിവെയർ അല്ലെ. എല്ലായിടത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട് എവ്രിവെയർ ആണ്. ദ ഗ്രാസ് ഈസ് ഗ്രോവിങ് എവ്രിവെയർ. എല്ലായിടത്തും ഗ്രാസ് വളരുന്നുണ്ട്. ഞാൻ സാധാരണ വൈകുന്നേരം ഇവിടെ ഇരിക്കാറുണ്ട്. ഞാൻ സാധാരണ വൈകുന്നേരം ഇവിടെ ഇരിക്കാറുണ്ട്. അതായത് ഞാൻ പതിവായിട്ട് വൈകുന്നേരം ഇവിടെ ഇരിക്കാറുണ്ട് എന്നാണ്. എൻ്റെ ഒരു പതിവ് കാര്യമാണ് പറയുന്നത്. ഐ യൂഷ്വലി സിറ്റ് ഹിയർ ഇൻ ദ ഈവനിങ്. ഐ യൂഷ്വലി സിറ്റ് ഹിയർ ഇൻ ദ ഈവനിങ്. ഞാൻ സാധാരണ അല്ലെങ്കിൽ ഞാൻ പതിവായി വൈകുന്നേരം ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ സമയം ചെലവഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ സമയം ചെലവഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് സ്പെൻഡിങ് ടൈം ഹിയർ. ഐ ലൈക്ക് സ്പെൻഡിങ് ടൈം ഹിയർ. ഇവിടെ സമയം ചെലവഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ മുറ്റം പതിവായി വൃത്തിയാക്കാറുണ്ട്. ഞാൻ എൻ്റെ മുറ്റം പതിവായി വൃത്തിയാക്കാറുണ്ട്. എങ്ങനെ പറയാ? ഐ ക്ലീൻ മൈ യാർഡ് റെഗുലർലി. ഐ ക്ലീൻ മൈ യാർഡ് റെഗുലർലി. ഞാൻ പതിവായി എൻ്റെ മുറ്റം വൃത്തിയാക്കാറുണ്ട്. മുറ്റം പെട്ടെന്ന് വൃത്തികേടാകും. മുറ്റം പെട്ടെന്ന് വൃത്തികേടാകും. ഇതെങ്ങനെ പറയാ? ദ യാർഡ് ഗെറ്റ്സ് ഡേർട്ടി ക്വിക്ക്ലി. ദ യാർഡ് ഗെറ്റ്സ് ഡേർട്ടി ക്വിക്ക്ലി. മുറ്റം പെട്ടെന്ന് വൃത്തികേടാകും. ഈ ഭാഗത്ത് പൂക്കളില്ല എന്നെങ്ങനെ പറയാം? ഈ ഭാഗത്ത് പൂക്കളില്ല. There are no flowers in this area. There are no flowers in this area. ഈ ഭാഗത്ത് പൂക്കളില്ല. എൻ്റെ മുറ്റം വളരെ വലുതല്ല അല്ലേ. എൻ്റെ മുറ്റം വളരെ വലുതല്ല. മൈ യാർഡ് ഈസിൻറ്റ് വെരി ബിഗ്. മൈ യാർഡ് ഈസിൻറ്റ് വെരി ബിഗ്. എൻ്റെ മുറ്റം വളരെ വലുതല്ല. പുല്ല് നല്ല പച്ച നിറത്തിലാണ്.
അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പുല്ല് നല്ല പച്ച നിറത്തിലാണ്. ഇതെങ്ങനെ പറയാ? ദ ഗ്രാസ് ഈസ് വെരി ഗ്രീൻ. ദ ഗ്രാസ് ഈസ് വെരി ഗ്രീൻ. പുല്ല് നല്ല പച്ച നിറത്തിലാണ് അല്ലേ? എനിക്ക് മുറ്റം വൃത്തിയാക്കണം. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ നീഡ് ടു ക്ലീൻ ദ യാർഡ്. അല്ലേ? ഐ നീഡ് ടു ക്ലീൻ ദ യാർഡ്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ക്ലീൻ ദ യാർഡ് എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് മുറ്റം വൃത്തിയാക്കണം, അല്ലെങ്കിൽ മുറ്റം വൃത്തിയാക്കാനുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഐ നീഡ് ടു ക്ലീൻ ദ യാർഡ്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ക്ലീൻ ദ യാർഡ് എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് മുറ്റം വൃത്തിയാക്കണം, അല്ലെങ്കിൽ മുറ്റം വൃത്തിയാക്കൽ നിർബന്ധമാണെങ്കിൽ നമുക്ക് അവിടെ ഹാവ് ടു യൂസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ നീഡ് ടു യൂസ് ചെയ്ത് പറയാം. എന്തായാലും കുഴപ്പമില്ല. ഐ നീഡ് ടു ക്ലീൻ ദ യാർഡ്, ഐ ഹാവ് ടു ക്ലീൻ ദ യാർഡ്. ഓക്കെ. ഞാൻ ഇന്നലെ മുറ്റം വൃത്തിയാക്കി. ഞാൻ ഇന്നലെ മുറ്റം വൃത്തിയാക്കി. സിമ്പിളായി പറയാം, ഐ ക്ലീൻഡ് ദ യാർഡ് യെസ്റ്റർഡേ. ഐ ക്ലീൻഡ് ദ യാർഡ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മുറ്റം വൃത്തിയാക്കി. ഞാൻ സാധാരണ രാവിലെ മുറ്റം അടിച്ചു വാരാറുണ്ട്. സാധാരണ അല്ലെങ്കിൽ ഞാൻ പതിവായി രാവിലെ മുറ്റം അടിച്ചു വാരാറുണ്ട്. അത് എൻ്റെ ഒരു പതിവാണല്ലോ. ഐ യൂഷ്വലി സ്വീപ്പ് ദ യാർഡ് ഇൻ ദ മോർണിംഗ്. ഐ യൂഷ്വലി സ്വീപ്പ്, അല്ലെ? അടിച്ചു വാരുന്നതിന് സ്വീപ്പ് എന്ന് പറയാം. ഐ യൂഷ്വലി സ്വീപ്പ് ദ യാർഡ് ഇൻ ദ മോർണിംഗ്. മഴ പെയ്യുമ്പോൾ മുറ്റം ചെളിയാകും. ഇങ്ങനെയും സംഭവിക്കാറുണ്ട് അല്ലെ? മഴ പെയ്യുമ്പോൾ മുറ്റം ചെളിയാകും. എങ്ങനെ പറയാം? ദ യാർഡ് ഗെറ്റ്സ് മഡി. മഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളി എന്നാണ്. ദ യാർഡ് ഗെറ്റ്സ് മഡി when it rains. The yard gets muddy when it rains. മഴ പെയ്യുമ്പോൾ മുറ്റം ചെളിയാകും. ഇവിടെ ധാരാളം സൂര്യപ്രകാശം ഉണ്ട് കേട്ടോ. ഇവിടെ ധാരാളം വെളിച്ചമുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ ധാരാളം സൂര്യപ്രകാശമുണ്ട്. There is a lot of sunlight here. There is a lot of sunlight here. ഓക്കെ. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ആണെന്നൊക്കെ പറയാറുണ്ടല്ലോ. It feels nice to sit here. It feels nice to sit here. എനിക്ക് കുറച്ച് പൂക്കൾ നടണം. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ എങ്ങനെ പറയാ? എനിക്ക് കുറച്ച് പൂക്കൾ നടണം. ഐ വാണ്ട് ടു പ്ലാന്റ് സം ഫ്ലവേഴ്സ്. ഐ വാണ്ട് ടു പ്ലാന്റ് സം ഫ്ലവേഴ്സ്. എനിക്ക് കുറച്ച് പൂക്കൾ നടണം. ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് വാണ്ട് ടു യൂസ് ചെയ്ത് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. നാളെ രാവിലെ നീ മുറ്റം അടിക്കണം. നാളെ രാവിലെ നീ മുറ്റം അടിക്കണം എന്ന് നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്യാണ്. എങ്ങനെ പറയാം? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള സെന്റൻസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ എത്തരത്തിലുള്ള വീഡിയോസുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാം കേട്ടോ. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.